നമസ്കാരം. രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രത്യേകതകൾ ഏറെയാണ്. ഈ അവസരത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എന്നും നിർണായക ഘടകമാകുന്നത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വോട്ടുകളാണ്. മൊത്തം വോട്ടിൻ്റെ 28%. രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണങ്ങളിലൊന്ന് എണ്ണവില വർധനവായിരുന്നു. ഇതിനെതിരെ ഇന്ത്യയിലെ യുവജനങ്ങൾ പ്രതിഷേധിച്ചത് തങ്ങളുടെ വോട്ടുകളിലൂടെയാണ്. രാജ്യം ഇന്ന് ക്യാമ്പസിൽ നിന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും രാജ്യത്തെ മറ്റ് പ്രധാന ക്യാമ്പസുകളും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. നാം വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഓരോ വോട്ടും നിർണായകമാണ്. തൊഴിലില്ലായ്മയും വർഗീയതയും നോട്ട് നിരോധനവും ആൾക്കൂട്ട കൊലപാതകങ്ങളും GSTയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വിദ്യാർത്ഥികളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് നോക്കാം. ക്യാമ്പസിലൂടെ ഒരു യാത്ര. അനഘ. ഏത് ലോക്സഭാ മണ്ഡലമാണ്? മലപ്പുറം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. പാലക്കാട്. പൊന്നാനി. ഞാൻ കൊണ്ടോട്ടയം എറനാട് മണ്ഡലം. ഞാൻ വയനാടാണ്. അവിടെ ഏതൊക്കെ മുന്നണിക്ക് വേണ്ടി ആരൊക്കെയാണ് മത്സരിക്കുന്നത്? ഇവിടെ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, പിന്നെ LDFന് വേണ്ടി PP സുനീർ, പിന്നെ NDAക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയും മത്സരിക്കുന്നുണ്ട്. UDFന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി, പിന്നെ LDF സുനീർ, NDA സ്ഥാനാർത്ഥിയായിട്ട് വെള്ളാപ്പള്ളി മകല്ലേ നമ്മുടെ LDFിൽ PP സുനീർ, രാഹുൽ ഗാന്ധി. അല്ല, NDAക്കും SDPIക്കും ഒക്കെ? NDAക്കും SDPIക്കും ഒക്കെ എൻ്റെ അറിവിൽ ആരുമില്ല. രാഹുൽ ഗാന്ധി, സുനിത. താങ്കളുടെ പിന്തുണ ആർക്കാണ്, എന്തുകൊണ്ടാണ്? ഞാൻ ശക്തമായി പിന്തുണക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. കാരണം ഇനിയൊരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഒരു പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുമെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. LDF സ്ഥാനാർത്ഥികളോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ലെങ്കിൽ കൂടി കേരളം അതല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് ഇടതു മുന്നണിക്ക് ബദൽ കാണാമെന്ന പ്രതീക്ഷയിൽ ഇടതു മുന്നണിക്ക് തന്നെ വോട്ട് നൽകാനാണ് തീരുമാനം. എൻ്റെ പിന്തുണ SDPIക്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ എടുക്കുന്ന നിലപാടുകൾ, അവരുടെ നിലപാട്, പിന്നെ ഒരു ബദൽ മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട് എന്ന് ആശയം. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുമ്പോൾ ഒരാൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തതിന് പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടേണ്ട അവസരമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാനൊരു വലിയൊരു നമുക്ക് പറ്റിയൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് വോട്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിനാണ് എൻ്റെ പിന്തുണ. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു വട്ടം ഇവിടെ വന്നൊരു ചാനലിനോട് സംസാരിക്കണ്ടായി. അതായത് ഞാൻ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ഒന്നും സംസാരിക്കില്ല, കാരണം ഒന്നും സംസാരിക്കാനില്ല, ചൂണ്ടിക്കാണിക്കാനൊന്നും ഇല്ല. അങ്ങനെ ഞാൻ വോട്ട് ചെയ്യണില്ല, സത്യം. എൻ്റെത് രാഹുൽ ഗാന്ധിക്കാണ്. എന്തെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി, കാരണം എന്താ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പുറത്തത്തെ ഒരാളല്ലേ, അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പുതുമാത്രം അല്ല, വേറെ ഒന്നുമില്ല. താങ്കളുടെ ലോക്സഭാ മണ്ഡലം ഏതാണ്? മലപ്പുറം. അവിടെ ഏതൊക്കെ മുന്നണിക്ക് വേണ്ടി ആരൊക്കെയാണ് മത്സരിക്കുന്നത്? UDFന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി, LDFന് സാനു, SDPIക്ക് ഫൈസി, മജീദ് ഫൈസി, BJPക്ക് ഉണ്ണികൃഷ്ണൻ. പക്ഷേ ഇവിടെ പരോക്ഷമായിട്ട് മത്സരം ഒരു കേരള ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് മത്സരം വലതുപക്ഷം തമ്മിലാണ്. അപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അത്ര പ്രാധാന്യമില്ല. മറ്റ് പലരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല, പിന്തുണ പ്രഖ്യാപിച്ചതാണ് പലർക്കും. പരോക്ഷമായിട്ട് ഇപ്പോൾ ഒരു വലതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് VP സാനുവിനുമാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ളൊരു പോരാട്ടത്തിനാകും മലപ്പുറം വേദിയാവുക. UDFന് വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടി, പിന്നെ LDF PP സുനീർ, പിന്നെ BJPൻ്റെ LDF സ്ഥാനാർത്ഥി സാനു,
പിന്നെ കുഞ്ഞാലിക്കുട്ടിയാണ് കോണിക്ക്. പിന്നെ BJP സ്ഥാനാർത്ഥി എന്തോ ശ്രീകൃഷ്ണനോ എന്തോ ആണ്, പേര് കറക്റ്റായിട്ട് അറിയില്ല. സ്ഥാനാർത്ഥി ലീഗിന് കുഞ്ഞാലിക്കുട്ടി നിൽക്കുന്നു, LDF പ്രദീപ് കുമാർ, NDA ഒരു മാഷ് നിൽക്കുന്നുണ്ട്, പേര് മറന്നുപോയി. താങ്കളുടെ പിന്തുണ ആർക്കാണ്, എന്തുകൊണ്ടാണ്? ഞാൻ LDF സ്ഥാനാർത്ഥി PV സാനുവിനെയാണ് പിന്തുണക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞത് UDF മുസ്ലിം ലീഗ് തന്നെ ഭരിച്ച ഒരു മണ്ഡലമാണ് ഇത്രയും കാലമായിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ഒരു സാനു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യുവാവാണ്, ഒരു യുവ തലമുറക്ക് നമ്മൾ അധികാരം കൈമാറിയിട്ട് അവരുടെ കഴിവുകൾ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കണം. അതായത് അവർക്ക് ചെയ്യാനുള്ളതും കൂടി അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. പിന്നെ കുഞ്ഞാലിക്കുട്ടി ഇതിനു മുമ്പ് വന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി കുറേ ഉപകാരങ്ങൾ നാടിനു വേണ്ടി ചെയ്തതാണ്. മിക്കവാറും അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകാൻ മതി സാധ്യത. അവിടെ UDF തുടർച്ചയായി ഭരിച്ചുകൊണ്ട് അവിടെ ഒരു വികസനം എന്ന രീതിയിൽ മലപ്പുറം മാറിയിട്ടില്ല. അപ്പോൾ മാറാൻ വേണ്ടിയിട്ടുള്ള കന്നി വോട്ടാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി കൊടുക്കാൻ വിചാരിച്ചു. എന്തുകൊണ്ട്? അവിടെ എന്തായാലും അവനെ ജയിക്കുള്ളൂ. എൻ്റേത് കുഞ്ഞാലിക്കുട്ടി UDF. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരും എന്നാണ് വിശ്വസിക്കുന്നത്, അതെന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് അക്രമ രാഷ്ട്രീയത്തിനും ഫാസിസത്തിനും എതിരെയുള്ള ഒരു ജനവിധി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു 5 വർഷക്കാലം. സോ എന്തുകൊണ്ടൊരു ചേഞ്ച് വരണം, അതായത് യുവത്തുള്ള ആൾക്കാർ മുന്നോട്ട് വരണം. ഇന്ത്യ എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിനെ പോലുള്ള നേതാക്കൾ വരണം എന്നാണ് എല്ലാവരും. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കറപ്ഷന് ഫോക്കസ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടി ഇതായപ്പം ആണ് ഈ BJP ഒക്കെ വന്നത്. അപ്പം ഈ ടൈമിൽ നമ്മളെല്ലാവരും കൂടി ഒപ്പം നിൽക്കുന്നതൊരു ടൈമാണ്. പിന്നെ തോന്നുന്നത് UDF വരും എന്നാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹം. പക്ഷേ എങ്ങനെ ഇത് തന്നെ രാഹുൽ ഗാന്ധി തന്നെ വരും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് തന്നെ വരണം എന്നാണ് ആഗ്രഹം. അങ്ങനെ എനിക്ക് പറയാനറിയില്ല. പുതിയൊരു ന്യായം എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധിൻ്റെ കീഴിലൊക്കെ വരണേ, കർഷകർക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഇത്ര വരുമാനം കൊടുക്കുക. പക്ഷേ മോഡിയൊക്കെ അങ്ങനെ വാഗ്ദാനങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ വലിയ ജയിച്ച് മുന്നേറാണെങ്കിൽ അങ്ങനെ ഒരിത് വരുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. BJP മുന്നണി അധികാരത്തിൽ വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ BJP ഒരിക്കലും നമ്മൾ അടച്ചാക്ഷേപിക്കല്ല. ഒരു കാരണം ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കടകളിലും സ്വൈപ്പിംഗ് മെഷീൻസ് വരുന്നു. അപ്പോൾ നമ്മൾ ടെക്നോളജിക്കലി ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടിയും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഫാസിസം വല്ലാതെ ചർച്ചാ വിഷയമാകുന്നു. ഈ 5 വർഷത്തിനിടയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കില്ലിങ്സ് അതിൻ്റെ റേറ്റ് വല്ലാതെ വർദ്ധിക്കുന്നു. പിന്നെ അത് വല്ലാണ്ട് ചർച്ചാ വിഷയമാകുന്നു. ദളിത് പിന്നെ അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ആളുകൾ വല്ലാണ്ട് സഫർ ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഈ ഒരു കാലയളവിനിടയിൽ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുണ്ട്. പലതും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു കംപ്ലീറ്റ്ലി ഒരു സക്സസ് ആയിട്ട് തോന്നുന്നില്ല. അതൊക്കെ ഒന്നും കൂടെ ഒരു പ്ലാൻഡ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സക്സസ് ആയിരിക്കാം അങ്ങനെ തോന്നുന്നു. BJPക്കാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും 50-50 ചാൻസ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയാണ്. നോർത്തിലെ കേസ് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സൗത്തിൽ ഒന്നാമത് BJPക്ക് അധികം റോളില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ എന്തൊക്കെ അവരുടെ ഭാഗത്ത് എന്തൊക്കെ ഫോൾട്ട് വന്നാലും സ്റ്റിൽ ദേ ഹാവ് സംതിങ് ദെയർ. നോർത്തിൽ എന്തോ അവർക്കുണ്ട്. അതിന്ന് മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് എന്നുള്ള ഈ പാർട്ടിയുടെ മൃദു ഹിന്ദുത്വ നയങ്ങൾ കൊണ്ട് മാത്രമാണ്. 70കൾക്ക് ശേഷം BJPയോടുള്ള വോട്ട് നിലയും 70-ന് മുമ്പുള്ള BJPയുടെ വോട്ട് നിലയും കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രമാണ് BJP എന്നുള്ളൊരു പാർട്ടിയുടെ വളർച്ചയ്ക്ക് കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നയങ്ങൾ സഹായകരമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈയൊരവസ്ഥയിൽ BJP വന്നാലും കോൺഗ്രസ് വന്നാലും ജനാധിപത്യ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. വളരെ കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ്, കണ്ടറിയാം. നിലവിലെ 5 വർഷത്തെ NDA ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത്യാവശ്യം മോശമല്ലേനോ?
വളരെ മോശമായിട്ട് തന്നെ ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഞാൻ പ്രധാനമായും സാമ്പത്തികമായ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ GST അതുപോലെ തന്നെ നോട്ട് നിരോധനം, ഇതിലൂടെ നമ്മുടെ രാജ്യം സാമ്പത്തിക അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നമ്മളെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 10% ഗ്രോത്ത് ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇപ്പോൾ വളരെ 6% ഗ്രോത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രോത്ത് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇപ്പോൾ വളരെ ഡിമ്മായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ. നോട്ട് നിരോധനത്തെയാണ് കാര്യമായി ഞാൻ കാണുന്നത്. നോട്ട് നിരോധനം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ മുൻകാലങ്ങളിൽ അമേരിക്ക പോലും ഭയന്നിരുന്ന ഒരു രാജ്യമായിരുന്നു റഷ്യ നോട്ട് നിരോധനത്തിലൂടെ അതപ്പതിച്ചു പോയി. അതുപോലെയാണ് ഇന്ത്യയിലെ നോട്ട് നിരോധനത്തിന് ശേഷം അതേ രീതിയിൽ ആ നോട്ട് നിരോധനത്തെ അടിച്ചമർത്താൻ വേണ്ടി ഗോമാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലും ആളുകളെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ നാം കണ്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ വളരെ സങ്കടത്തോടും സഹതാപത്തോടും കൂടി നോക്കി കാണുന്നു. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല. കേരളം ഒരുപാട് അവഹേളനകൾ നേടിയെടുക്കാൻ പലതും ചെയ്യാതെ അല്ലെങ്കിൽ പല അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ട് പലപ്പോഴും കേരളം ഒരുപാട് സഫർ ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ തന്നെ പല വിഡ്ഢിത്തൻ സംസ്കാരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല വിഡ്ഢിതരമായ ആശയങ്ങൾ കൊണ്ട് പല നീക്കങ്ങൾ കൊണ്ട് ഇന്ത്യ ഇത്രത്തോളം കഷ്ടതയിലേക്ക് വീണിട്ടുള്ള മറ്റൊരു 5 വർഷം എൻ്റെ ഒരു അറിവിൽ എൻ്റെ ഒരു ചരിത്രത്തിൽ ഇത്രത്തോളം വെളിവായിട്ടില്ല ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ BJP-നെ കൊണ്ട് നമ്മൾ കണ്ടല്ലോ, അത്രയും പോലെ അങ്ങനത്തെ ഒരു ഭരണം ആഗ്രഹിക്കുന്നില്ല. അതല്ല കോൺഗ്രസിൻ്റെ ഒക്കെ അങ്ങനെ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാസിസ്റ്റ് ഭരണമാണ്. ഒരു മാർജിനലൈസ്ഡ് പീപ്പിളിന്, ബാക്ക്വേർഡ് പീപ്പിളിന് ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കാത്ത സവർണ ഹിന്ദു മേധാവിത്വ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്. ശരി, ഇപ്പോൾ പറഞ്ഞ പോലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെ ഇലക്ഷൻ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? മറ്റു മണ്ഡലങ്ങളിലെ ഇലക്ഷൻ സ്വാഭാവികമായും UDF ഒരു സപ്പോർട്ടീവ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രാഹുൽ ഗാന്ധി എന്നുള്ളത് 20 അതിലൊരാൾ അത്രേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഇപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് ചോദിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആ ഒരു ലെവലുള്ള ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ സാധാരണ ഇപ്പോൾ റിപ്പോർട്ടിലൊക്കെ ഇതൊക്കെ കണ്ടില്ല, ട്രോളൊക്കെ കണ്ടില്ല. അത്രേ ഉള്ളൂ, രാഹുൽ ഗാന്ധി അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ ഒരുപാട് ഗ്രൂപ്പ് തർക്കങ്ങൾ രൂക്ഷമായിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പം അവരെ ദേശീയ നേതാവ് തന്നെ ഇവിടെ വന്ന് മത്സരിക്കുമ്പം ആ ഗ്രൂപ്പീസൊക്കെ ഒന്ന് കുറഞ്ഞ് കോൺഗ്രസ് എന്നുള്ള ഒറ്റ പാർട്ടിയിലേക്ക് ചുരുങ്ങാനും അവർക്ക് വിജയസാധ്യത കൂടാനും സാധ്യതയുണ്ട്. ഈ അരീക്കോട് ഇപ്പോൾ ഒരു വയനാട് മണ്ഡലത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പം അരീക്കോട്ട്കാരൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ്. വയനാട് എന്ന ജില്ലയെ രാഹുൽ ഗാന്ധി നിൽക്കാനുള്ള കാരണം വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അവിടെ തന്നെ നിന്ന് വിചാരിച്ചിട്ട് എന്ത് നേട്ടമാണ് മൂപ്പർക്ക് ഉണ്ടാവുന്നത്? അതോ സ്വന്തം സ്ഥലത്ത് നിന്നാൽ പോലെയോ കേരളം എന്ന സ്ഥലത്തേക്ക് വരാൻ കാരണം എന്താണ്? ശരി, ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ കഴിയുമ്പോൾ ഏത് മുന്നണിക്കായിരിക്കും കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത? കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് തന്നെയാണ് സീറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. UDF തരംഗം വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു പ്രവചനം എന്താണെന്ന് വെച്ചാൽ തുല്യത കൈവരിക്കുമെന്നാണ്. ഒരു 3ാം മുന്നണിക്കുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. UDF-നായിരിക്കും. തെക്ക് ഭാഗത്ത് LDF വരാൻ സാധ്യത കാണുന്നുണ്ട്, വടക്ക് ഭാഗത്ത് UDF. രാജ്യം വീണ്ടും ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന വേളയിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹം നാളെയുടെ പ്രതീക്ഷയാണ്. വർഗീയതയും നോട്ടു നിരോധനവും കർഷക ആത്മഹത്യകളും തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഈ ചർച്ചകളിൽ ഇടം പിടിക്കുന്നതും ഏറെ ആശാവഹമാണ്. പക്ഷേ ചെറിയൊരു വിഭാഗം വിദ്യാർത്ഥികളെങ്കിലും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവരോ അറിയാൻ ശ്രമിക്കാത്തവരോ ആണെന്നതും വസ്തുതയാണ്. രാഷ്ട്രീയ ബോധമില്ലാതെ വളർന്നുവരുന്ന പുതുതലമുറ ജനാധിപത്യത്തിൻ്റെ ഭാവിക്ക് ഭീഷണിയാണ്. വോട്ട് ചെയ്യുക എന്നത് കേവലം ഒരു ചടങ്ങാക്കി മാറ്റാതെ ജനാധിപത്യത്തിൻ്റെ വലിയൊരു ആയുധമായി അതിനെ തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ സമകാലിക ചർച്ചകൾക്ക് കലാലയങ്ങൾ വേദിയാകേണ്ടതുണ്ട്. ഒരു അവധി ദിവസത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും മാറി ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാവട്ടെ ഓരോ തിരഞ്ഞെടുപ്പ് ദിനങ്ങളും. നന്ദി, നമസ്കാരം.